സാധനങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കരച്ചിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു. ഹലോ, ഇന്ന് എൻ്റെ കൂടെ വളരെ സ്പെഷ്യലായിട്ടുള്ള 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഉമ്മാനെ മോളെ ഞാൻ നമ്മുടെ ഡോപ്പയിലേക്ക് വെൽക്കം ചെയ്യാണ്. ജസ്റ്റ് ബാക്കി ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആരാ എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പറയോ? എൻ്റെ പേര് ബദ്രനിസ, ഞാൻ ഡോപ്പ എയിംസ് ഗേൾസിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് കണ്ണൂരിൽ നിന്ന് വരാണെന്നല്ലേ? ശരി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നീറ്റ് റിസൾട്ടൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ വാങ്ങി അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവിടെ നിൽക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, നിങ്ങളോട് ചോദിച്ചറിയാം എന്നൊക്കെയുള്ള രൂപത്തിലേക്കാണ് നമ്മളൊരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു സാധനത്തിലേക്ക് വെക്കുന്നുണ്ടാവുക. ജസ്റ്റ് തുടക്കത്തിൽ ചോദിക്കുകയാണെങ്കിൽ ബദറുവിനോട് ചോദിച്ചു തുടങ്ങാം, എന്നിട്ട് ഉമ്മാനോട് ചോദിക്കാമല്ലോ. നിൻ്റെ ഒരു നീറ്റ് ജേർണി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവുക? അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക? എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയായിരുന്നു പോയത് എന്നുള്ള കാര്യമൊക്കെ പറയുമോ? ആക്ച്വലി +2 കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന സമയത്തല്ലേ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോപ്പയിൽ ഹോസ്റ്റലിലേക്ക് വന്നു, ക്രാഷിന് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വീട്ടിൽ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഞാൻ വരാൻ വിചാരിച്ച് അങ്ങനെ വന്നു. പിന്നെ ക്രാഷിന് വന്ന് ഫസ്റ്റൊക്കെ ഞാൻ +1 +2 ഫുള്ള്, +1 ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഫുള്ള് ഫ്ലോപ്പിൽ. പിന്നെ +2 സ്കൂളിൽ പോയി പകുതിയായി, ആകെ ഒരു ഇതായിട്ടുള്ളൂ. അപ്പോൾ തീരെ ബേസൊന്നുമില്ല. അപ്പം പിന്നെ ക്രാഷിന് വന്നപ്പോൾ ബേസില്ലാത്തൊരു കുട്ടി ഫസ്റ്റ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നും കത്തണില്ല. ഫസ്റ്റിന് വന്നപ്പോൾ ജെനറ്റിക്സ് ആയിട്ട് സാർ എടുത്തു, ഫസ്റ്റ് ക്ലാസ് സാറിനാണ്. അപ്പം അപ്പോൾ ഒന്നും കത്തിയില്ല, ഫുള്ളൊരു ബ്ലാങ്ക് അവസ്ഥ. അങ്ങനെ പിന്നെ അപ്പോൾ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ തീരെ നോക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബയോയിൽ മാത്രം ആ ഒരു ക്രാഷിൻ്റെ സമയത്ത് നോക്കി. അങ്ങനെ ക്രാഷ് ഒരു മാസം 1 മന്ത് കറക്റ്റ്, ഏതോ ഒരു മന്ത് ലാസ്റ്റ് ആ ഒരു 1 മന്ത് കറക്റ്റായിട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ആ എക്സാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതിലേക്ക് അങ്ങനെ വരണ്ടോ എന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ ഇനീഷ്യലി ഡോക്ടർക്ക് വരാൻ അത്ര ഇതില്ല, കാരണം ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രമായിരിക്കും ഇങ്ങനെ പഠിക്കാനൊക്കെ ഉണ്ടാവുക, വേറെ ഇടുമ്പോൾ എത്ര ഉണ്ടാവില്ല വിചാരിച്ചു. അപ്പം ഇങ്ങനെ കുറേ ഇങ്ങനെ നിന്ന് ഓൺലൈൻ ചേർന്നോ വേറെ കോഴ്സ് പോകണോ അങ്ങനെ ലാസ്റ്റ് സംഗീത മിസ്സായിരുന്നു കോർഡിനേറ്റർ. അപ്പോൾ ഞാൻ മിസ്സിൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ മിസ് വന്ന് ഇവിടെ പോരി വന്നു. അങ്ങനെ PVT 2 ജോയിൻ ചെയ്തു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഈ ഇങ്ങനെ മെഡിസിൻ തന്നെയാണ് എൻ്റെ പാഷൻ, അല്ലെങ്കിൽ മെഡിസിനിലേക്ക് ഞാൻ പോകണം എന്നുള്ള തോന്നാനുള്ള ഒരു ഫസ്റ്റത്തെ ഒരു മോട്ടിവേഷൻ, ഇനീഷ്യൽ മോട്ടിവേഷൻ അങ്ങനൊന്നും ഇല്ല. പക്ഷെ എന്നാലും എപ്പോഴായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തന്നെ വേണം എന്നുള്ളത്? ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒന്നും വന്നത്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, നീറ്റ് എന്നുള്ളതെന്ന് അറിയില്ല, ഒരു എൻട്രൻസ് എക്സാം അത്രേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണത്. വരുമ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നു, പഠിക്കും നല്ലൊരു ഇതാക്കുന്നൊക്കെ ഉള്ള രീതിയിൽ വന്ന് കുഴപ്പമില്ലാണ്ട് പോയി. ഫസ്റ്റൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ കുറച്ച് റിവിഷൻ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാക്കിയില്ല ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ റിവിഷനൊക്കെ തുടങ്ങിയപ്പോൾ ആകെ ഒന്നുമില്ല, എന്താ പഠിക്കേണ്ടത് തിരിയാത്തൊരു അവസ്ഥയിലൊക്കെയായി. ഫസ്റ്റൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്, ഒരു ഡിസംബർ ജനുവരി ആയൊക്കെ കഷ്ടപ്പെട്ടിരിക്കണം. കുറേ ക്വസ്റ്റ്യൻ, ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. ബയോളജി ഞാൻ കുറച്ചും കൂടി വായിച്ചപ്പോൾ മനസ്സിലാവുന്നു. അങ്ങനെ കുറേ അപ്പോൾ ഫിസിക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ കെമിസ്ട്രി അപ്പോൾ ഒരു സൈഡായി. അപ്പോൾ ഫിസിക്സ് നല്ല ചെയ്ത് ഫിസിക്സ് ഒരു സെറ്റായി വന്നു. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോൾ റിവിഷൻ മെറ്റീരിയൽസ് ഇല്ല, എന്താ നോക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ സാധനങ്ങളൊന്നും. ഈ നീറ്റിന്റെ ത്രൂ ഔട്ട് ജേർണിയിൽ നീ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ്, ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? എനിക്കിങ്ങനെ കുറേ നേരം ഇരിക്കുന്ന ആ ഒരു ശീലമില്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടുണ്ട്. ഞാൻ ഇരുന്ന് പഠിക്കുക അങ്ങനെ ഒരിത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഫസ്റ്റ് തീരെ കിട്ടൂല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ എന്നെ കൊട്ടൊക്കെ ടെൻഷൻ. എനിക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസിൽ ഇതെൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്ന അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടോ? ഞാൻ വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു റേഞ്ചിലാണ് പോയത്. ലൈക്ക് ഫസ്റ്റ് റിപ്പീറ്റിന് ജോയിൻ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് പോയിക്കണേ. പിന്നെ എവിടെ നിന്ന് വന്ന് ഇതായി അങ്ങനെ ഒരു ഇതിൽ തുടങ്ങുമ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വെച്ചാൽ ഒരു കോൺസ്റ്റന്റിലാണ് പോവാ, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല, അതാ പ്രശ്നം. കൂടെ ഇല്ല കുറയില്ല. ഉമ്മാനോട് ചോദിക്കാം, ബേസിക്കലി ഇവളുടെ ഒരു സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഡ്രീംസ് അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു തിരിച്ചറിവുകൾ സാധനങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതിനെ പറ്റിയിട്ട്? രണ്ടാമത് വന്ന സമയത്ത് ഞാനിങ്ങനെ അവളോട് ചോദിക്കും, എൻ്റെ തീരുമാനം എനിക്കെന്നാ
എല്ലാം എന്തായാലും എനിക്ക് കിട്ടും, ഇപ്രാവശ്യം കിട്ടും തന്നെ. ആ ഇപ്പം പരീക്ഷയുടെ സമയത്ത് ഞാൻ ചോദിച്ചു, ആ എക്സാമിന് അങ്ങ് വന്നല്ല ഇവിടുന്ന്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ തീരുമാനം എനിക്ക് എന്നാൽ എൻ്റെ മനസ്സിലെന്നാ അല്ല എന്തായാലും ഇപ്രാവശ്യം എന്തായാലും ഞാൻ വാങ്ങിക്കും തന്നെ. MBBS വാങ്ങിയെടുക്കുന്നുള്ള സാധനം പറയാം. ശരിക്കും ഇവള് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്തിനാ MBBS എടുക്കുന്നത്, എന്തിനാ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. നിനക്ക് എന്താ തോന്നുന്നത്, വൈ ആർ യു ചൂസിങ് ദിസ് പ്രൊഫഷൻ എന്നുള്ള സാധനം? എന്താ എനിക്കൊരു ഇടയ്ക്ക് മനസ്സിലായില്ല, പക്ഷെ ആ ഒരു സമയത്ത്. കാരണം ഞാൻ വേറെ കോഴ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനോട് എന്തോ താല്പര്യമുണ്ട്, പക്ഷെ വേറെ ഒന്നിലും പോകാൻ തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രൊഫഷനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോൾ അങ്ങനെ ഒരു തോന്നി. പിന്നെ ഒരിക്കലും എനിക്കൊരു സ്കിന്നിനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സർജൻ എൻ്റെ ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓറ കണ്ടപ്പോൾ ഇങ്ങനെ ഓറ ഇതാണെന്ന് തോന്നി. ആ ഒരു സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഉറപ്പുള്ള നാണം അതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് പോയിട്ടൊന്നുണ്ടാവില്ല. ഉമ്മാക്ക് എന്താ തോന്നുന്നത്, നമ്മൾ ഡോപ്പയിൽ വന്നതിന് ശേഷം ഇവളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഇവരുടെ ആസ്പിറേഷൻസിന് എന്ത് മാറ്റം എന്താ ഉണ്ടായിട്ടുള്ളത്? ഡോപ്പയിൽ വന്നതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഡോപ്പ എല്ലാത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ആള്. നിന്നോട് കുറച്ച് ചോദ്യം ചോദിക്കാം. ഇറ്റ്സ് ലൈക്ക് റാപ്പിഡ് ഫയർ സാധനം, പെട്ടെന്ന് ചോദിക്കാം പെട്ടെന്ന് ഉത്തരം പറയാം, അത്ര മാത്രമേ വേറെ സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ അല്ലേ? നീറ്റ് കിട്ടില്ല എന്ന് തോന്നിയത് എപ്പോഴാണ്? കിട്ടില്ല. ചില സമയത്ത് ഭയങ്കര ടെൻഷൻ വരും, ഇങ്ങനെ പഠിക്കാനൊന്നും പറ്റൂല, ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടൂല. അപ്പം അങ്ങനെ എനിക്ക് ഞാൻ പോകുന്ന വഴിയൊക്കെ തെറ്റാന്നൊക്കെ തോന്നും. അപ്പം എനിക്ക് ഇനി കിട്ടിയില്ലെങ്കിലോ അങ്ങനെ കുറേ തോട്ട്സ് ഒക്കെ വരും. അങ്ങനെ വരലുണ്ട്, മാർക്ക് കുറഞ്ഞ് പഠിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ അങ്ങനെ സാധനം വരലുണ്ട്. ശരി, ഇങ്ങനെ ഏറ്റവും കുഴിയിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഒന്ന് കരയൂ. കരഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം കരഞ്ഞിട്ടുണ്ടാവും? കുറേ കമ്മറില് മുമ്പ് കരയില്ല ആരും, ഞാൻ ഒറ്റക്ക് പോയി കരയും. ഒറ്റക്ക് പോയി കരയിലാണ്, കരഞ്ഞു തീർക്കലാണ്. കരഞ്ഞ നമുക്ക് കുറെ അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും. പിന്നെ എനിക്ക് വെച്ചാൽ കുറെ ആ ടെൻഷൻ അങ്ങോട്ട് തീർന്നാൽ പിന്നെ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. ഒരു ടെൻഷൻ പീക്കിലെത്തി പിന്നെ കരഞ്ഞങ്ങ് തീർത്താൽ പിന്നെ നല്ലൊരു കുറേ ഇതിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ കരഞ്ഞങ്ങോട്ട് തീർക്കും. സ്ഥിരമായിട്ട് കരച്ചിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു? സ്ഥിരമായിട്ടല്ല, ഒരു കുറെ കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡിപ്പ് ഉണ്ടാവും. ഏറ്റവും മോശം മൊമെന്റിൽ നിനക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, അങ്ങനത്തെ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്ന ആരാ? എൻ്റെ റൂംമേറ്റ്സ്. എന്താ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അധികം സംസാരിക്കില്ല, ഐ മീൻ അങ്ങനല്ല, എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. പിന്നെ സാർ ഇങ്ങനെ പറയില്ല, മോർണിംഗ് മീറ്റിംഗ് PRS ഗ്രൂപ്പിനോട് പറയണം, അങ്ങനെ സംസാരിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ വല്ലതൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നും. ഒരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു കേട്ടിരിക്കുമ്പോൾ റൂംമേറ്റ്സ് നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് എന്താ ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് നിനക്ക് എന്താ തോന്നുന്നത്? നല്ല രീതിക്ക് ഉണ്ട്. കാരണം നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ റൂംമേറ്റ്സിനൊക്കെ ഇങ്ങനെ പോയി സംസാരിക്കും. അപ്പോൾ ഒരിങ്ങനെ ഒന്നും പറയില്ല, ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയും. അപ്പം നമുക്ക് മേ ബി ഓരോന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഒരു എന്താ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര ഉപകാരമായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്? ഫിസിക്സ്. എനിക്ക് കാരണം എനിക്ക് ഫസ്റ്റ് വരുമ്പോൾ തീരെ അറിയില്ല. പണ്ടേക്ക് മാത്സിനോടാണ് കുറച്ചും കൂടെ താല്പര്യം, ബയോളജി ഇഷ്ടമല്ല. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു തീരെ അറിയാത്ത ഞാൻ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ചെയ്ത് പിന്നെ എനിക്ക് ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ട് ഫിസിക്സിനെ സ്റ്റാർട്ട് ചെയ്തത് ഫിസിക്സ് എന്നാണ്. ഒരു ഫാക്കൽറ്റിയുടെ പേര് പറയുകയാണെങ്കിൽ ആരുടെ പേര് പറയും? കുറേ ഉണ്ട്. ഒരാളുടെ പേര് പറയാം. അഷ്റഫ് സാർ. അങ്ങനല്ല, എന്തോ സാർ ക്ലാസ്സിലൊന്നും ഒരിക്കലും നമുക്കിങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അത്രക്ക് സാർ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു മേ ബി ഒരു തമാശ അങ്ങനെ അധികം പറയുന്നില്ലായിരിക്കും, പക്ഷെ സാർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു സാധനത്തിലാണ്. ഒരു അധ്യാപകൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ്? ഇതാണ് എന്റെ ജീവിതം. മുനീഫ് സാർ എനിക്ക് ഭയങ്കര ഫേവറേറ്റാ. അഷ്റഫ് സാർ അങ്ങനെ തന്നെ ആയിരുന്നില്ല. കാരണം സാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാർ നമ്മളെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നല്ല പറയും, അങ്ങനെ അധികം ടെൻഷൻ അടിക്കും. അപ്പം ഇങ്ങനെ സാർ വന്ന് എന്തോ ഒരു ഭയങ്കര ഒരു സമാധാനമായ പോലെ ലാസ്റ്റ് 2 ദിവസം മുമ്പ് സാർ വന്നിരുന്നു. അപ്പം ഞാൻ ആകെ ഒരു ഇങ്ങനെ ഇരിക്കേനി. അപ്പം സാർ വന്ന് പോയപ്പോൾ ഒരു ഭയങ്കര റിലീഫ് സാധനങ്ങൾ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും അടിപൊളി കാര്യം? നല്ലൊരു ഡോക്ടറാണ്. എല്ലാവരും നല്ല രീതിക്ക് ഫേസ് ചെയ്യുന്ന, അവർക്കൊരു നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു ഡോക്ടറായി, നല്ല രീതിക്ക് ഐ മീൻ ഒരു പേഷ്യൻറ്റിന് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നു
ഡോക്ടറാണ്. ഒരു പേഷ്യന്റിനോട് കൂളായിട്ട് സംസാരിക്കാൻ, നമ്മളോട് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടറാണ്. അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു ഡോക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടാവുക. കാത്തു നിൽക്കുകയാണ്. എന്നാലും നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹം? ആ റിസൾട്ട് എന്തായിരിക്കും ചെയ്യുക? റിസൾട്ട് ഉണ്ട് ആദ്യം അങ്ങനെ ഒരാളെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആരോട് വിളിച്ചു പറയാം? ആദ്യം വിളിച്ചു പറയാം. അല്ല, ഞാൻ റിസൾട്ട് വന്നപ്പോൾ സംഗീത മിസ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കണക്ഷനാണ്. അന്ന് ക്രാഷ് മുതൽ ഇതുവരെ മിസ്സായിരുന്നു കോർഡിനേറ്റർ. അപ്പോൾ എനിക്ക് മിസ്സിനോട് വിളിച്ച് പറയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ ഫസ്റ്റ് പേപ്പർ നോക്കി ഫസ്റ്റ് വിളിച്ച ആള് സംഗീത മിസ്സാണ്. അപ്പോൾ മിസ്സിനോട് പറയാൻ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മിസ്സിനെ വിളിച്ച് എന്നിട്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചത്. ഈ കോർഡിനേറ്റർ എന്നുള്ള ഒരു സ്ഥാനത്തിന്റെ ഒരു വലിപ്പം അങ്ങനെ മിസ് എന്നല്ല, ഒരു നല്ല രീതിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മിസ് വരുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കും. മിസ്സിനെ കണ്ട മിസ് ഇങ്ങനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ടുണ്ടാവുക. അപ്പോൾ മിസ്സിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിരിക്കും നമുക്ക് ഇങ്ങനെ. പിന്നെ മിസ് ഇങ്ങനെ പറയും, ചിലപ്പോൾ ഗ്രാൻഡ് എക്സാം ഒക്കെ വരുമ്പോൾ മിസ് ഇങ്ങനെ പറയും, ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, ഇതിപ്പോൾ കുറച്ച് മാറ്റി വെച്ചാൽ അത് പഠിക്കണം, അങ്ങനെ നല്ല ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഇതിനകത്ത് നിനക്ക് ഡോപ്പയിലുള്ള ഫീച്ചേഴ്സിൽ നീ ആയിട്ട് ഏറ്റവും റെസണേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് തോന്നുന്നത് എന്താ? കോർഡിനേറ്ററിനെയാണ് കുറച്ചും കൂടി വരുത്. മെന്റേഴ്സിന്റെ അടിപൊളിയാണ്. കാരണം നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം അടിപൊളിയാണ്. പിന്നെ മോർണിംഗ് മീറ്റിംഗ്സ് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരാൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കുറേ രീതിക്ക് തരുമ്പോൾ നമുക്കത് നമ്മൾ അറിയാണ്ട് ചെയ്തു. കാരണം സാർ ഇങ്ങനെ ആദ്യം എന്താ ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, റിവിഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെ ഇങ്ങനെ സാർ പറഞ്ഞു പിന്നെ അത് ആ ഒരു ഇതിലേക്ക് നമ്മൾ തന്നെ അറിയാണ്ട് ഇങ്ങനെ ഇതാവും. അപ്പോൾ ഭയങ്കര ഫൈനലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനത്തിലുണ്ടാവുക. ഈ സ്റ്റഡി മെറ്റീരിയൽ മെന്റർഷിപ്പ് സാധനങ്ങൾ അതൊക്കെ പറയുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റിംഗ് ആണ്? പിന്നെ ഈ കോഡ് ബ്ലൂ ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ നോർമലി നമ്മൾ മെറ്റീരിയൽ ഒക്കെ പറഞ്ഞാൽ വലിയ തടിച്ച് അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ തുറക്കാൻ തോന്നില്ലേ. ഇത് പറഞ്ഞാൽ ചെറുതാണ്, നമുക്ക് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒക്കെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. ഓരോന്ന് ചാപ്റ്ററാണ്. അപ്പോൾ നല്ല ബാക്കിയുള്ള മെറ്റീരിയൽ വലിയ കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ തുറക്കാൻ തോന്നില്ല. ഇതിങ്ങനെ നമുക്ക് അത് ചെയ്ത് തീർക്കൽ എന്തോ നിർബന്ധമുള്ള മാതിരി. അപ്പോൾ അതിലൂടെ ചെയ്തതിന് പിന്നെ നമ്മളൊരു വേറെ ബുക്ക് ഓർക്കുമ്പോൾ നോർമലി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്നൊരു, കാരണം എല്ലാ ലെവലും അതിലുണ്ടാവും. ശരി, ഞാൻ ഇപ്പോൾ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. നീ ഒരാൾക്ക് ഡോപ്പർ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നീ എന്ത് പറഞ്ഞിട്ടാ റെക്കമെൻഡ് ചെയ്യാം? എനിക്ക് ഈ സ്ട്രെസ് അങ്ങനെയല്ല, എന്താ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നും. കാരണം നമ്മൾ ഈ സ്ട്രെസ് കൂടെ പോകുമ്പോൾ സ്ട്രെസ് റിലീഫ് ചെയ്യാനും കുറേ കാര്യങ്ങൾ നടക്കും. നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്നൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനീഷ്യലി എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇതില്ലേന്, പക്ഷെ റിപ്പീറ്റിന് വരുമ്പോൾ റിപ്പീറ്റിന് ഡോപ്പിലേ പോകുള്ളൂ എന്നുള്ള രീതിയിലാണ്. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഓൽക്കുണ്ടായ അനുഭവം എനിക്കുണ്ടായ അനുഭവം ഭയങ്കര മാറ്റമാണ്. അപ്പം എനിക്ക് ഇവിടെ തന്നെ വരാന്നുള്ള രീതിയിലായിരുന്നു. ശരി, അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഉമ്മാക്ക് എന്താ തോന്നുക? ഒരു ഫൈനലി എന്ത് പറയാനാ തോന്നുന്നത് ഈ ഒരു സമയത്ത്? അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ മോളെ. മോളിങ്ങനെ പറയുന്നത് കേൾക്കണം. ഞാനിപ്പോൾ അവളോട് പറയും ഡോപ്പേ നിന്നാ പറയുന്ന അതിന് ഏറ്റെടുത്തോളെ, വേറെ ഒന്നും ചിന്തിക്കണ്ടാണ്. ശരി, അങ്ങനെ പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോണേ. ഫ്യൂച്ചറിൽ നിനക്ക് ഡോക്ടറായിട്ട് ഏത് സ്പെഷ്യാലിറ്റി പോകണം, അങ്ങനെ എന്താ തോന്നുന്നുണ്ടാവുക? സർജൻ ആവണല്ലേ? അന്ന് ആ ഒരു ഓരോ കണ്ട് ഓരോ നല്ല ഇതായിരുന്നു, നമുക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ സർജറിനോടാണ് ഇപ്പം താല്പര്യം. ശരി, എന്തായാലും ഫ്യൂച്ചറിൽ എന്താ പറയുക, ഇവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സർജൻ ആവട്ടെ എന്നുള്ള കാര്യം ആശംസിക്കുകയാണ്. അടിപൊളിയായിട്ട് വരണം കേട്ടോ, ഉഷാറായിട്ട് വരണം. ഒരു നീറ്റ് ആസ്പിരൻസിനോട് പറയുകയാണെങ്കിൽ എന്താ ഒരു ഫൈനൽ ഒരു വാക്ക് എന്താ പറയാണ്ടാവുക? എന്തായാലും ഇപ്പം നമ്മൾ 1 year ഇതിന് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് നല്ല പോസിറ്റീവായിട്ട് നല്ല രീതിക്ക് പഠിക്കുക. ബാക്കിയുള്ള എന്താ പല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും, കുറേ നെഗറ്റീവ് പീപ്പിൾ ഉണ്ടാവും, കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. നമ്മൾ വല്ല നോക്കാണ്ട് നിൽക്കുക. ഒരു വൈക്കുന്ന നെഗറ്റീവ് മൈന നമ്മൾ നോക്കാണ്ട് പോയാൽ ബാക്കിയെല്ലാം ഒക്കെ സെറ്റാവും. അത്രേ ഉള്ളൂ. ഡോപ്പ് കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. മോർണിംഗ് മീറ്റിംഗ്സ് ഉണ്ടാവും എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും. തുടങ്ങാണ്, നാളെ പുതിയ ബാച്ച് തുടങ്ങും. ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് അത് രാവിലെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആകെ ഡള്ളായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സമാധാനം. വേറൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെ ആ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുമ്പോൾ ഒരു ഇതാവും. ശരി, സോ എന്തായാലും താങ്ക് യു സോ മച്ച്. ബാക്കി ബദ്രുവിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്താ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി. അവൾ തന്നെ വന്നിട്ട് ആൻസർ ചെയ്ത് തരുന്നുണ്ടാവുന്ന വിചാരിക്കണ്ടാവുക. ഇവളുടെ ഇൻസ്റ്റ ID ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൾ തന്നെ പറഞ്ഞു തരും. ബാക്കി ഉഷാറായിട്ട് കൊണ്ടാവും. ഉഷാറാണല്ലോ അല്ലേ? ശരി, താങ്ക് യു, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പറോട് ഇരുന്ന് കണ്ടാം. ബൈ.